കേരള നിയമസഭയിൽ എം.എൽ.എമാരുടെ എണ്ണത്തിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായും ഭൂരിപക്ഷം ന്യൂനപക്ഷമായും നിൽക്കുന്ന ഒരു പ്രതിഭാസമാണോ ഇപ്പോൾ ഉള്ളത്? അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് വോട്ടർമാരുടെ സെലക്ഷൻ അല്ലേ. ഉം ഉം. നമുക്കതിന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഭൂരിപക്ഷത്തിന് എത്രയോ കാര്യങ്ങൾ ഭൂരിപക്ഷത്തിന് ആലോചിക്കാനുണ്ടായിരുന്നു. അവരത് ആലോചിച്ചിട്ടാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മൾ ന്യൂനപക്ഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ന്യൂനപക്ഷം അവർ തീരുമാനിക്കും. ഇപ്പോൾ ക്രൈസ്തവരുടെ പള്ളിയിൽ നിന്ന് മെത്രാൻ പറയണ പോലെ അവർ വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ. അതേപോലെ മുസ്ലിമിൻ്റെ പള്ളിയിൽ നിന്ന് മോസ്കിൽ നിന്ന് മെഹൽ കമ്മിറ്റി തീരുമാനിക്കുക ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. മെഹൽ കമ്മിറ്റിക്ക് നമ്മുടെ പാണക്കാട് നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. അവരതനുസരിച്ചിട്ടേ വോട്ട് ചെയ്യുള്ളൂ അവർ. അത് മലബാറിൽ മാത്രമല്ല അങ്ങനെ ഒരു തിക്ക് വോട്ടിംഗ് പാറ്റേൺ ഉള്ളത്. എല്ലായിടത്തും മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. ഞാനറിയണ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളെല്ലാം UDF വോട്ട് ചെയ്തത്. BJPക്കൊന്നും ആരും വോട്ട് ചെയ്യൂല. ക്രിസ്ത്യാനികളാണ് വോട്ട് ചെയ്യില്ല, BJP. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഉള്ള കാര്യം അതാണ്. ഈ BJPക്ക് എന്താ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? BJP ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്ന് പറയാൻ BJPക്ക് ഭയങ്കര മടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഹൈന്ദവതയല്ല ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തുറന്നു പറയാനായിട്ട് അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കളോടെങ്കിലും തുറന്നു പറയാൻ അവർക്ക് ധൈര്യമില്ല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാനാ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുസ്ലിംസിൻ്റെ ലീഗാണ്, മുസ്ലിം സമുദായ പാർട്ടിയാണ്. പിന്നെ അവരുടെ മറ്റേ അനുബന്ധ സംഘടനകളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, SDPI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ജമാഅത്തെ ഇസ്ലാമി. പിന്നെ മുൻ മന്ത്രി AK ബാലൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. UDF ജയിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണല്ലോ UDF, അല്ലെ മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ UDFൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ളത്. ഈ മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ. ഭരിക്കാൻ പോണ പാണക്കാട് നിന്നാണ്, ഒരു പപ്പറ്റ് മാത്രമാണ്. അതെ അതെ അതെ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ അതിനകത്ത് ഈ മുസ്ലിം ലീഗ് പറയണ പോലെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം പറയണ പോലെ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത് മുസ്ലിം ലീഗിനെ ഒരു മതേതര പാർട്ടിയായിട്ടും അതോടൊപ്പം തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാണ് തീവ്ര വർഗീയ പാർട്ടിയായിട്ടുമാണ് പലരും ചിത്രീകരിക്കുന്നത്. ബാലൻ പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു ഈ നമ്മുടെ UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഇസ് നത്തിങ് ബട്ട് ആൻ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ. അവർ ഇന്ത്യയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ് അവർ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് 1946 ജൂലൈ 6 ഡയറക്റ്റ് ആക്ഷൻ ഉത്തരവിട്ടിരുന്നു മുഹമ്മദ് അലി ജിന്ന. ആ ഡയറക്റ്റ് ആക്ഷൻ എന്നെ തുടർന്ന് ഹിന്ദുക്കളെ വംശീയ ഹത്യ നടത്തി ബംഗാളിലൊക്കെ. അതിൻ്റെ ഒരു എന്താണ്, അതെ. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഫോളോവേഴ്സാണ് മുസ്ലിം ലീഗ്. അവർ പറയണതാണ് ഞങ്ങൾ ആ മുസ്ലിം ലീഗ് അല്ല വേറെ മുസ്ലിം ലീഗാന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കണേ? അവർ പിന്നെ പാകിസ്ഥാനിൽ പോകാനുള്ളവർ കുറച്ച് പേര് പാകിസ്ഥാനിലേക്ക് പോയി. ഈ ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് മറ്റേ മുസ്ലിം ലീഗിൻ്റെ അജണ്ട എന്താണോ അത് അവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമുക്കറിയാം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും മലപ്പുറത്ത് ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നതും പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇന്നാള് പറഞ്ഞ കേട്ടില്ല, ആലപ്പുഴയിൽ എന്തെന്നാ കുന്തിരിക്കും ചന്ദനത്തിരിക്കും മേടിച്ചു വെച്ചിട്ടുണ്ടോ വീട്ടില്? അവലും മല്ലും കരുതിക്കും. അതെ, കരുതിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. അതല്ലാന്നിട്ട് ഇവർക്കൊക്കെ ദ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയും. അപ്പം മുസ്ലിങ്ങൾ അവർ പറയണത് ഒരു വിവിധ സംഘടനകളെ രൂപീകരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാം യൂണിഫൈങ് ഘടകം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. താടിക്കാരും തൊപ്പിക്കാരുമാണ് അതിൻ്റെ യൂണിഫൈങ് ഘടകം. അവർ പറയണ പോലെ ഗവൺമെൻറ്റിന് ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈ മാറാട് കൂട്ടക്കലാപം നമുക്ക് മറക്കാൻ പറ്റുമോ? കൂട്ടക്കലാപം ഇത് വംശീയ ഹത്യയല്ലേ നടന്നത്? 1921 നടന്നത് വംശീയ ഹത്യയാണ്. കൊന്നത് മുഴുവൻ ഹിന്ദുക്കളെയാണ്. മറ്റേ എന്താ എവിടെയോ ഒന്ന് കിടക്കണ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നത് മുഴുവൻ പാവ ഹിന്ദുക്കളാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പലരും കോൺഗ്രസ്സുകാർ ചെയ്തതല്ലേ. കോൺഗ്രസ്സുകാരും പിന്നെ അത് കഴിഞ്ഞ ശേഷം വന്ന കമ്മ്യൂണിസ്റ്റുകാരും അല്ലേ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്. ഇപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റിന് സ്വാതന്ത്ര്യമായിട്ട് എന്താണ് ബന്ധം? അതെ, അത് മാത്രമല്ല, ഒരു വാരിയംകുന്നൻ മെമ്മോറിയൽ ഓഡിറ്റോറിയം ഉണ്ട് മലപ്പുറത്തോ തിരൂരോ ഒറ്റ. അതേസമയം അവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കാൻ സമ്മതിക്കാത്തവരാ അവര്.
തുഞ്ചൻ പറമ്പ് എന്നുള്ള പേര് തന്നെ അവരെങ്ങനെ സമ്മതിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ, മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ പ്രതിമ വയ്ക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. അവരിപ്പോൾ പറയണത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുള്ള അയാളൊന്നും അല്ല ഭാഷയുടെ പിതാവെന്നാണ് ഒക്കെ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അവര്. ഇപ്പൊ ഹിന്ദുക്കൾക്ക് മനസ്സിലാവാതെ ഈ സത്യം എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷ സമുദായത്തിന് ഇത്രയൊക്കെ തിരിച്ചറിവുകൾ ലഭിച്ചിട്ടും അവർക്ക് ഇതൊന്നും ബോധ്യപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല എന്നുള്ളൊരു ബോധം അവരെ വല്ലാതെ അലട്ടുന്നു. ഇപ്പൊ BJP പോലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള പേരിൽ അരമനകൾ തോറും കയറി ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ കണ്ടില്ല, ഇപ്പൊ പള്ളിയിലെ അച്ഛന്മാരൊക്കെ കൊഞ്ഞനം കുത്തി കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പാവം ജോർജ് എന്തുമാത്രം എഫേർട്ട് എടുത്തു ജോർജിനെ തോപ്പിക്കാനായിട്ടുള്ള. അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വിളിച്ച 4 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ചിട്ടാണ് കന്യാസ്ത്രീ വിളിച്ചിട്ട് മറിയാമ്മേനെയും കുഞ്ഞമ്മേനെയൊക്കെ വിളിച്ചിട്ടാണ് ഓടിയത്. BJP ഇനിയെങ്കിലും ഈ ഒരു പ്രതിഭാസമൊക്കെ അവസാനിപ്പിക്കണ്ടേ? എങ്ങനെ അത് BJP എന്താ പറയണ്ടേന്ന് അറിയാമോ? അവര് ഓപ്പണായിട്ട് പറയണം, ഞങ്ങൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഹിന്ദുക്കളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് സംരക്ഷിക്കും. ഹിന്ദുക്കൾക്ക് മറ്റുള്ള മതങ്ങളുടെ അവകാശങ്ങളെയോ അതല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെയോ ഒന്നും കവർന്നെടുക്കാനായിട്ട് ഹിന്ദുക്കൾക്ക് യാതൊരു താല്പര്യമല്ല. ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ 3ാം കിട സിറ്റിസൺസായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ച ഒരു നയപരമായ തീരുമാനങ്ങളെ തുടർന്ന്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഈ ഗതിയിലെത്തിയത്. അവർക്ക് പക്ഷേ അവരെ BJP അവരോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാമെന്ന്? അവർ പറയേണ്ടത് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും അവർ പറയേണ്ടത് എന്താ? BJP നിങ്ങൾക്ക് ഒരു ഭാരതീയ പൗരൻ എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാം, ഞങ്ങളോടുകൂടി പ്രവർത്തിക്കാം. പക്ഷേ നിങ്ങൾ മുസ്ലിമാണെന്ന് കരുതി നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ഞങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടില്ല. നിങ്ങൾ ക്രൈസ്തവനാണെന്ന് കരുതി നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. യു വിൽ ബി കൺസിഡേർഡ് ആസ് ഹിന്ദുസിനെ ഞങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കണം അതേപോലെ നിങ്ങളെയും പരിഗണിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഞങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം BJPക്ക് വേണം. അതല്ലെങ്കിൽ പറയാത്തിടത്തോളം കാലം ഈ സുവിശേഷ വേളക്കാരും ഈ മെത്രന്മാരും പള്ളിക്കാരും ഒക്കെ കയറി ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കും. മുസ്ലിങ്ങൾ ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദും ഡ്രഗ് ജിഹാദും ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദുമായിട്ട് അവരും അവരുടെ വശത്തിന് ചോർത്തിക്കൊണ്ടിരിക്കും. കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയേച്ചാൽ മതി. മനസ്സിലായി? ന്യൂനപക്ഷ ധ്രുവീകരണത്തിലൂടെ അവർ നേടിയെടുക്കുകയും ചെയ്തു. അതവർ നേടിയെടുക്കുക, അത് അവരുടെ കഴിവാണ്. ദേ ആർ സ്മാർട്ട് ഇൻ ദാറ്റ്. അപ്പോൾ ഇതൊന്നും ഭൂരിപക്ഷം മനസ്സിലാകാതെ ഭൂരിപക്ഷം വെറും വോട്ട് കുത്തി യന്ത്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് ഈ ഒരു തിരിച്ചറിവ് ഭൂരിപക്ഷത്തിന് ഇനിയെങ്കിലും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. അത് BJPക്കാരോട് ചോദിച്ചു നോക്കണം. നിങ്ങൾ BJPക്കാർ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 1981-ലോ 81-ലോ പറ്റിയ BJP ഫോം ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അതിൻ്റെ ഒരു പത്രക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ബോംബെയിൽ ഇതിൻ്റെ സമ്മേളനം കവർ ചെയ്യാൻ വരുന്നത്. അന്ന് തന്നെ അവർക്കൊരു ഹൈന്ദവതേനെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടി എന്ന് പറയാൻ അവർക്ക് വൈമുഖ്യം ഉണ്ടായിരുന്നു BJPക്ക്. അവർ ഗാന്ധിയൻ സോഷ്യലിസം, എന്ത് ഗാന്ധിയൻ സോഷ്യലിസം? ചവച്ചു തുപ്പിയ വാക്കുകളാണ് ഈ ഗാന്ധിയൻ സോഷ്യലിസം എന്നുള്ളത്. ഗാന്ധിയും സോഷ്യലിസമായിട്ട് എന്ത് ബന്ധം? അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധി അല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അങ്ങനെ ഫാദർ ഓഫ് ദി നേഷൻ എന്നൊക്കെയാണല്ലോ നമ്മൾ വിളിക്കണേ. അപ്പോൾ BJP അങ്ങനെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം തന്നെ BJP തുറന്നു പറയണം. ഇത് എല്ലാവരെയും സൂചിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയണത് ഈ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കൂടെ നിർത്തണ്ട, അവരെ അകറ്റി നിർത്തണം എന്നൊന്നും ഞാൻ പറയണില്ല. പറയുന്നത് ഈ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം. മനസ്സിലായില്ലേ? ഈ സബ്കാ സാത്ത് സബ്കാ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ, ദാറ്റ്സ് എ ബിഗ് സീറോ. അതൊന്നും കൊണ്ട് ഇനി ഏറ്റവും മുകളിൽ ഇത്രയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാവണില്ലെങ്കിൽ പിന്നെ അവരെ ഇപ്പോൾ കേരള നിയമസഭയിൽ പോലും നമ്മളൊരു പാറ്റേൺ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളം അപകടത്തിലേക്കാണെന്ന ഒരു സൂചനയാണോ ലഭിക്കുന്നത്? MLA-മാരുടെ എണ്ണത്തിലൊക്കെ നമ്മൾ ബോധ്യപ്പെടുമ്പോൾ അതെ, കേരള അപകടത്തിലേക്ക് തന്നെയാണ്. ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കാം. ഇപ്പം നാളെ 2 ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കുത്തിക്കൊന്നു എന്ന് വെച്ചോളൂ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ CPM-കാരനോ കേരള കോൺഗ്രസ്സുകാരനോ മറ്റേ എന്താ പറയുന്നത് RSPയോ PSPയോ ASP അങ്ങനെ കുറേ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടല്ലോ കേരളത്തിൽ, അവരാരെങ്കിലും അതിനെ കണ്ടം ചെയ്യുമോ? ധൈര്യമുണ്ടോ അവർക്ക് കണ്ടം ചെയ്യാനായിട്ട്? അതേസമയം ഒരു ഹിന്ദുവിനൊരു ഒരു മുസ്ലിമിനെ തല്ലി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് വർഗീയതയായിട്ട് എന്താ ബ്ലോ അപ്പ് ചെയ്യും.
മനസ്സിലായില്ലേ? ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക മമതയാണ് ഇതിന് പിന്നിലേക്ക് ഒരു കാരണം അല്ലേ? പ്രത്യേക ഒരു പരിലാളനയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമത എന്നൊന്നും ഞാൻ പറയില്ല. അപ്പീസ്മെന്റ്, മൈനോറിറ്റി അപ്പീസ്മെന്റ്. മൈനോറിറ്റീസ് എന്ത് പറഞ്ഞാലും അതിനെ ഇങ്ങനെ വാനോളം പൊഴുത്തിപ്പറിച്ചുകൊണ്ട് നടക്കണം. അവർ യൂണിഫോം സിവിൽ കോഡിനെതിരാണ് മുസ്ലിംസ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഇസ്ലാമിക് കൺട്രീസിൽ തന്നെ യൂണിഫോം സിവിൽ കോഡ് വന്നു തുടങ്ങി. ഇവിടെ നമ്മുടെ കോൺഗ്രസ്സുകാർ വിചാരിച്ചിരിക്കണം അവരെ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന്. ഈ കമ്മ്യൂണിസ്റ്റുകാര് യൂണിഫോം സിവിൽ കോഡിന് ഭയങ്കര സപ്പോർട്ടേഴ്സ് ആയിരുന്നു ഒരു കാലത്ത്. അറിയാമോ അത്? കാലഘട്ടത്തിൽ അതെ, EMS തന്നെയാ പറഞ്ഞത്. അതിനെതിരെ ഉയർന്ന മുദ്രാവാക്യമായിരുന്നല്ലോ, 1 കെട്ടും 2 കെട്ടും, വേണ്ടി വന്നാൽ EMSന്റെ ഓളയും കെട്ടും. അതെ, അതൊക്കെ അവർ പറയും. അതൊക്കെ അവർ പറയുമ്പോഴും ഇവര് ധൈര്യമായിട്ട് നിൽക്കണമായിരുന്നു. അത് നിന്നില്ല. അവസാനം CPMന്റെ വൻ നേതാക്കളുടെ മക്കൾ പെൺകുട്ടികളൊക്കെ മുസ്ലിങ്ങളുടെ കൂടെ ഓടിപ്പോയി മതം മാറി തട്ടോട്ട് ജീവിക്കണ കണ്ടപ്പോഴും കൂടി അവർക്ക് ബോധ്യമായിട്ടില്ല. ആരൊക്കെ ആയിക്കോ, ഞാൻ പേരൊന്നും പറയണില്ല. വൈ ഷുഡ് ഐ ഡ്രാഗ് ദ നെയിംസ്? ഇത് വളരെ പരിതാപകരമാണ്. കേരളത്തിലെ ഈ 81 BJP രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്നേ വരെ ഞാൻ ഈ കണ്ടിട്ടുള്ള സ്ഥിരം മുഖങ്ങളാണ്. അവർക്ക് പുതുതായിട്ട് ഒന്നും ഓഫർ ചെയ്യാനില്ല. അവർക്ക് ഈ പറഞ്ഞ ചർവണം പോലെ അവരുടെ നേതാക്കന്മാർ പണ്ട് പറഞ്ഞത് ഏറ്റുപറയൽ മാത്രമേ ഉള്ളൂ അവർക്ക് എന്താ പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഈ വളരെ അപകടത്തിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്നുള്ളൊരു ബോധ്യം ഇതുവരെ ന്യൂനപക്ഷങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇനി ഡീലിമിറ്റേഷൻ വരുമ്പോൾ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ഡലങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പതിയെ കേരളം അവരുടെ കൈവെള്ളയിലേക്ക് എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ് അല്ലേ? അതിപ്പോൾ 5-10 വർഷം വരെ. ഇപ്പം തന്നെ ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ല വിഭജിച്ച 2 ജില്ലയാണ്. അല്ല, നമ്മുടെ കളക്ടർ തന്നെ പറയുന്നുണ്ട് പോപ്പുലേഷൻ വർധനവ് കൊണ്ടും അമിതമായ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടും അതിൻ്റെ സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടി ഈ ജില്ല വിഭജിക്കണമെന്നാണ് നമ്മുടെ കളക്ടർ വരെ പറയുന്നത്. മലപ്പുറം ജില്ല തിരൂർ ആസ്ഥാനമാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് കളക്ടർ വരെ പറയുന്നത്. അത് കളക്ടറുടെ അഭിപ്രായമാണോ, പേഴ്സണൽ അഭിപ്രായമാണോ, അല്ല അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ അഭിപ്രായമാണോ, അദ്ദേഹത്തിനെ പറയിപ്പിച്ചതാണോ? അങ്ങനെ അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായില്ല? തലയ്ക്ക് മുകളിലിരിക്കുന്ന മന്ത്രിമാർ പറയണത് ഏറ്റു പറയുക എന്നുള്ളതാണ് കളക്ടർമാരുടെ ജോലി. നട്ടലോറിനാണ് ഉറപ്പുള്ള IAS കേരളത്തിൽ ഇല്ലാന്ന് പകൽ പോലെ വ്യക്തമല്ലേ? എത്രയോ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊക്കെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊന്നും അടുപ്പിക്കില്ലല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക്. അവർക്ക് വേണ്ടത് മുഴുവൻ യെസ് മെൻ, യെസ് സർ, യെസ് സർ എന്ന് പറയുന്ന ആൾക്കാരെയാണ്. അവരുടെ ആജ്ഞകൾ കേട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് അവർക്ക് ആവശ്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സീറ്റുകൾ വർദ്ധിക്കുകയും അങ്ങനെ കേരളം പതുക്കെ അവരുടെ കൈവെള്ളയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ എന്താകും ഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ അധോഗതിയാണ്. അത്രയേ ഉള്ളൂ. മതം മാറുക, ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് വേറെ ഒരു മാർഗം ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഞാനൊരു സിനിക്കൊന്നും അല്ല. എന്നാലും ഇത് എത്ര നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പം അവർ ഈ മലപ്പുറം ജില്ല 2ആക്കി തിരൂരും പിന്നെ മറ്റേ വേറൊരു സ്ഥലമുണ്ടല്ലോ അതിൻ്റെ കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് കോഴിക്കോടും തൃശ്ശൂരും ജില്ലകൾ, മലപ്പുറം ജില്ലയും കൂടി കുറച്ച് ഭാഗം കൂടി ചേർത്ത് വേറൊരു ജില്ല വരും. ദെൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയെ പ്രദേശങ്ങൾ ചേർത്ത് വേറൊരു ജില്ല. ആദ്യം ഒരു ജില്ല വിഭജിക്കണമെന്ന് പറയും, പിന്നീട് ഒരു രാജ്യം വേണമെന്ന് പറയും. അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. അവർ പ്രത്യേക മലബാർ സംസ്ഥാനം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രമേയമായിരുന്നു. പോരെ ഇത് കൂടുതൽ? ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? മലബാർ രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത നാട്ടം നോക്കുക മംഗലാപുരത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളും ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വേറൊരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറയും. അങ്ങനെ അവർക്ക് ഹൈദരാബാദിലേക്ക് ഒരു കോറിഡോർ കിട്ടും. ഹൈദരാബാദ് മുസ്ലിം മജോറിറ്റി സിറ്റി ആണല്ലോ. അവിടേക്കൊരു മജോറിറ്റി ഇതായുള്ള മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയാണ്. അവിടേക്ക് ഒരു കോറിഡോർ കിട്ടും, ഇസ്ലാമിക് കോറിഡോർ. ഇപ്പം CPI മാവോയിസ്റ്റുകൾ റെഡ് കോറിഡോർ പണിതു പശുപതിനാഥ് മുതൽ തിരുപ്പതി വരെ. അതേപോലെ ഇവരിവിടുന്ന് ഒരു ഗ്രീൻ കോറിഡോർ ആയിരിക്കും അവർ പണിയാൻ പോകുന്നത്, ഇസ്ലാമിക് കോറിഡോർ. അങ്ങനെ വന്ന് കാലക്രമേണ ഒരു മേ ബി ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം കൂടി വേണ്ടി വരില്ല. ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യ വിഭജിച്ചിട്ട് ഒരു പ്രത്യേക ഇസ്ലാമിക് റിപ്പബ്ലിക് അവർ ഫോം ചെയ്യും. വീണ്ടും ഒരു മതരാജ്യം അങ്ങനെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. തീർച്ചയാണ്. ഈ മട്ടിനാണ് ഇതാണ് ട്രെൻഡ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മതരാജ്യം രൂപീകരിക്കപ്പെടും. അപ്പോൾ കേരളവും ഭാവിയിലേക്കുള്ള ഒരു കാശ്മീർ തന്നെയാണ്. അതെ, അത് ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ. ഇപ്പോൾ കാശ്മീർ പണ്ട് ടെററിസ്റ്റുകളുടെ എൻട്രി പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗേറ്റ് വേ ആയിരുന്നു. കേരളം ഇപ്പോൾ ഗേറ്റ് വേ ആണ്. സൗത്തിൽ നിന്നുള്ള ഗേറ്റ് വേ ആണ് കേരളം എന്ന് പറയുന്നത്.
ഹബ്ബാണോ? ഹബ്ബാണ്. യെസ്, ഹബ്ബ്. ടെററിസ്റ്റ് ഹബ്ബാണ്. കണ്ടവാൻ ഇസ്ലാമിക് ടെററിസ്റ്റ് കേരളത്തിലുണ്ട്. ഇനിയിപ്പോ അത് വർദ്ധിക്കും. ഇനി വരുന്ന വർദ്ധിക്കുള്ളൂ. കാലഘട്ടങ്ങളിൽ അധികാരം കൂടി ലഭിച്ചുകൊണ്ട് അത് വർദ്ധിക്കുകയുള്ളൂ. ഈ കോൺഗ്രസിന് അതിനൊക്കെ എൻകറേജ് ചെയ്ത് കൊടുക്കാൻ നല്ല കഴിവാണ്. അവർക്കറിയാം എങ്ങനെയാണ് വോട്ട് കിട്ടേണ്ടത്, വോട്ട് മൊബിലൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവരത് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു അതീവ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും ഭൂരിപക്ഷ സമൂഹം മനസ്സിലാക്കട്ടെ, അല്ലേ? അതെ പ്രാർത്ഥിക്കാനുള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് ആരുടെയും എന്താ പറയുക, അവകാശം കവർന്നെടുക്കേണ്ട ആവശ്യമില്ല. അവർ എൻജോയ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അവർ എൻജോയ് ചെയ്തുകൊള്ളട്ടെ. പക്ഷേ ഹിന്ദുക്കളെയും അവരിൽ ഒരാളായിട്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള അനുമതി നൽകണം എന്ന്. ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല. മുൻ കേരള മുഖ്യമന്ത്രി AK ആൻ്റണി KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞതാണ്. അതായത് ഈ നാട്ടിലെ മൈനോറിറ്റീസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഹൈന്ദവ ജനതയുടെ നല്ല മനസ്ഥിതി കൊണ്ടാണ് നമ്മളിവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണേ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അവരെ കൂടുതൽ എന്താ പറയണ പീഡിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം ന്യൂനപക്ഷ സമുദായങ്ങളോട് ആവശ്യപ്പെട്ടത്. 2001 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. അതെ, അല്ലല്ല, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടതാണ്. കാക്കനാട് മത്തായി മാഞ്ഞൂരൻ മെമ്മോറിയൽ ലെക്ചർ ഡെലിവറി ചെയ്യാനായിട്ട് അദ്ദേഹം വന്നിരുന്നു. പ്രസ് അക്കാഡമി ആയിരുന്നു. അപ്പൊ അതിന്റെ പേര് മാറ്റി കേരള മീഡിയ അക്കാഡമി ആക്കി എന്തൊക്കെയാണ്. അപ്പൊ അന്ന് ഞാനത് ഒരു റേഡിയോ ലേഖകൻ എന്നുള്ള രീതിയിൽ ഞാൻ കവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നെത്തിയിട്ടും അദ്ദേഹത്തിന് അത് തുടരാനായില്ല, അല്ലേ? അധികാരം കിട്ടണവർ ഇങ്ങനെയൊക്കെ പറയും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പിന്നെ അപ്പം തന്നെ അവർ മുസ്ലിങ്ങളെക്കായും വലിയ മുസ്ലിങ്ങളും ക്രൈസ്തവരെക്കായും വലിയ ക്രൈസ്തവരാവും. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാതെ. ഇന്നലെ ഞാൻ കണ്ടു TV-യിൽ ഒരു ലത്തീൻ കത്തോലിക്കൻ്റെ പള്ളിയിലച്ഛൻ അയാൾ പറഞ്ഞു അയാളുടെ സമുദായത്തിന് മന്ത്രിപദത്തിൽ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് ജയിലിലിടുകയല്ലേ വേണ്ടത്. വിൻസെന്റ് മന്ത്രിയാവേണ്ടതായിരുന്നു. വിൻസെന്റിന് അതിനായ പ്രാതിനിധ്യം വേണ്ടതാണ്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ലത്തീൻ സമുദായത്തിന് പ്രാതിനിധ്യം ഇല്ല എന്നുള്ള. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, അയാൾ പറയട്ടെ, കേരളത്തിലെ എത്ര കോൺഗ്രസിന് എത്ര മന്ത്രിമാരാ? മൊത്തം 11-12 മന്ത്രിമാർ. അതിലൊരു 7 പേര് ലത്തീൻ സമുദായത്തിൽ നിന്ന് ആക്കിക്കോട്ടെ. അതല്ലേ കുറെ കൂടി നല്ലത്. ഇങ്ങനെ ചോദിച്ച് അന്വേഷിച്ച് നടക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലൊരു വേർഡുണ്ട്, എച്ചിത്തരം എന്ന് പറയുന്നത്. ഈ പള്ളിയിൽ അച്ഛൻ ശുദ്ധ എച്ചിത്തരാ പറഞ്ഞത്. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഹൈന്ദവ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ മന്ത്രിസഭയിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറവ് അല്ലെ കൂടുതൽ വേണമെന്നൊക്കെ? ഇയാൾ എന്തെന്നായി കാണിക്കണേ? ഇവരാണ് മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കൂട്ടിക്കുഴയ്ക്കണേ. എന്നിട്ട് BJP-നെ കുറ്റം പറയും, വർഗീയതയാണെന്ന് പറഞ്ഞു. ഇതിന് പ്രതികരിക്കാൻ BJP നേതൃത്വത്തിന് കഴിവില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഇപ്പൊ ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? BJP നേതൃത്വം പ്രതികരിക്കേണ്ട പ്രസ്താവന ചെയ്തിട്ടില്ല. കോടതിയിൽ കേസ് കൊടുത്തിട്ട് അച്ഛനെ പിടിച്ച് ജയിലിലിടാൻ പറയണം. പള്ളിയിൽ അച്ഛൻ പറഞ്ഞ അച്ഛനെ പിടിച്ചിട്ട്. പക്ഷെ അതിനൊക്കെ BJP നേതൃത്വത്തിന് സാധിക്കുമോ ഇതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ? അതാ പറഞ്ഞ ധൈര്യം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഛത്തീസ്ഗഡിലെങ്ങാണ്ട് 2 കന്യാസ്ത്രീകളെ അവിടുത്തെ നിയമം ഭേദിച്ചതിന് അറസ്റ്റ് ചെയ്തതിന് ഇവിടുന്ന് പാർട്ടി പ്രസിഡന്റ് പറന്നുപോയി അവരെ ജാമ്യം എടുത്തു കൊടുത്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അവസാനം അവര് കുളിപ്പിച്ച് കടത്തിയല്ലേ BJP-നെ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? വേറൊന്നും വേണ്ട.